ഹായ് ഗായ്സ്, ഇതിലൊരു വെറൈറ്റി എന്തോ ഒന്ന് ഉള്ളത് പോലെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ളത് ഈ വ്യക്തിയോട് തന്നെ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. ഇതെന്താണ് എന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ വ്യക്തിയോട് തന്നെ നമുക്ക് ചോദിക്കാം. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താണ് ഇതിൻ്റെ വിഷയങ്ങൾ പറയും? മനുഷ്യരെ കൂട്ടിലാക്കണം, ആ തെരുവ് നായ്ക്കളെ വെളിയിൽ ഇറക്കി വിടണം. കാരണം മനുഷ്യർക്കൊന്നും ജീവിക്കണ്ടേ. ഇവിടെ തെരുവ് നായ്ക്കാണ് ഏറ്റവും കൂടുതൽ വില കൊടുത്തേക്കുന്നത്. അതിനാണ് വില, മനുഷ്യർക്കാണ് വില. നിങ്ങളൊന്ന് വണ്ടി ഇങ്ങോട്ട് സൈഡാക്കി, ബസ് വരുന്നുണ്ട്. എന്താണ് നിങ്ങൾ എവിടുന്ന വരുന്നത്? മഞ്ചേശ്വരം. എവിടം വരെ പോകും നിങ്ങൾ? യാത്രയാണ്, തനിച്ചുള്ള യാത്ര. ഇതിപ്പോൾ നിങ്ങളൊരു പ്രതിഷേധമാണോ? എന്തിൻ്റെ പേരിലാണ്? അവരുടെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ചിലപ്പോൾ എഴുതി കൊടുക്കാറുണ്ട്. ഈ പഞ്ചായത്തിൽ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കാം ജോലി വരെ എഴുതി കൊടുത്തിട്ട് കൊച്ചുങ്ങളെയും കൊണ്ട് സ്കൂളുകളിൽ പോകേണ്ടതായിട്ട് അവസ്ഥയാണ് വന്നത്. കാരണം പേടിച്ചിട്ട് മദ്രസയിലോ സ്കൂളുകളിലോ പോകാൻ പറ്റുന്നില്ല. പോയി കഴിഞ്ഞാൽ ആണ്ട് കുറേ കൂടെ ചെന്ന് ഇങ്ങനെ പിടിക്കും. എന്തോ വേണം. അതുപോലെ തന്നെ ബൈക്കുകാർ എത്ര പേര് ഇതിലേക്ക് പോകുന്നുണ്ട്. വേറെ സന്ധ്യ ആകുമ്പോൾ ചാടി വണ്ടിക്കകത്ത് കയറി പിടിക്കുക, അവരെ കാലും കൈ പിടിച്ച് കളയുക, മരിച്ചു പോകാം, മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കുന്നുണ്ട്. മരണം സംഭവിക്കുമ്പോഴെന്നുണ്ടെങ്കിൽ ഒരു പൂങ്കണ്ണീര് മാറ്റി വന്നിട്ട് ഒരു റീത്ത് മാറ്റി ഇച്ചിരി പൈസയും കൊണ്ടുവിടും. ഒരു മനുഷ്യന് വില കൊടുക്കും. അതല്ലേ ഫസ്റ്റ് വേണ്ടി. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ മനുഷ്യത്വപരമായിട്ട് സ്വന്തമായിട്ടൊരു പ്രതിഷേധം. തെരുവുനായ രണ്ടാം ഘട്ടമാണ്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തു 5 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് ഇതുകൊണ്ടൊക്കെ തന്നെ നടന്നുകൊണ്ട് കൊടുക്കുകയാണ്. എനിക്ക് അതിൽ റിപ്പോർട്ട് വന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ കൊല്ലാൻ പറയുന്നില്ല, അടച്ചാൻ പറയാൻ നമുക്ക് പൈസ ഇതിനെ കറക്റ്റായിട്ട് വന്ധീകരിച്ച്, ഉടായ്പ വന്ധീരമല്ല, നല്ല രീതിയിൽ വന്ധീകരിച്ച് ഇതിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റാനുള്ള എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ ഫണ്ടുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്രയിടത്ത് ചെയ്യുന്നു? നിരവധി കുഞ്ഞുങ്ങളെയാണ് പട്ടികൾ ചൂടുന്നത്. അതുകൊണ്ട് പട്ടികളെയും ആൾക്കാർ തല്ലിക്കൊല്ലി. ഒരു പട്ടിയെ തല്ലിക്കൊന്നാൽ മിനിമം 4 വർഷമാണ് ഒരുത്തൻ്റെ ആയുഷ്കാലം കിടക്കുന്നത്. ജാമ്യം പോലും കിട്ടത്തില്ല. ഇപ്പോൾ കോടതിയിൽ അതിന് ഞാനും കൊടുത്തിട്ടേക്കും. രണ്ടാമത് കോടതി എനക്കോ ഇല്ല, വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുള്ള രീതിയാണ്. കാരണം ജനങ്ങൾക്ക് പുറത്തോട്ടങ്ങ് കിടക്കണം. വ്യക്തിപരമായ ഒരു പ്രതിഷേധം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്. ഇപ്പം എല്ലായിടവും നടക്കുന്നത് ഇതാണ്. ഈ സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വന്തി കാരണം ഒരു മരുന്ന് കച്ചവടം പഞ്ചായത്തുകാരൊക്കെ ചെയ്യിക്കുന്നത്. എനിക്ക് ഡൗട്ട് ഇപ്പം പഞ്ചായത്ത് ബന്ധപ്പെട്ട അധികാരികൾ കമ്പനിക്കാരോടെ കൂട്ടിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരാളെ ഇവിടെ ചേട്ടനിപ്പം പട്ടി അടിച്ച് 7 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഒരു ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്കകത്ത് വരെയുണ്ട്. ഈ തെരുവ് നായ്ക്കൾ ഇവിടെ ഉണ്ടെങ്കിലേ കടിക്കത്തുള്ളല്ലോ, ഇല്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും, ഇവർക്ക് പൈസ കിട്ടും. അന്നേരം അതിൻ്റെ ഒരു കളി തന്നെയാണ് എനിക്കത് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ പട്ടിക്ക് നടുവേദന, പട്ടിയുടെ നടുവിന് ഇഞ്ചക്ഷൻ എടുക്കും, ഇവിടെ ചെവി കട്ട് ചെയ്യും, ഇവിടെ തൊയ്യോരും, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. പറഞ്ഞാൽ കടി കിട്ടേണ്ടി വരെ എന്നാലും കടി കിട്ടും, മരണപ്പെടേണ്ടി വരെ എന്നാലും മരണപ്പെടും. ഇത് അധികാരികൾ കണ്ണുറന്ന് കാണണം. സ്വന്തം ഈ കാറൊന്നും ഇല്ലാത്തവർ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്നവരൊക്കെ എന്തോ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കരുതാ കാർ എടുത്തു കൊടുക്കും, ബൈക്കൊക്കെ ഞങ്ങളങ്ങ് മാറ്റി വെക്കും. കാറിനകത്ത് കിടക്കുമ്പോൾ വട്ടി അടിക്കത്തില്ലല്ലോ. ഇതെൻ്റെ ഇത് ഇയാളൊരു പ്രതിഷേധമാണ്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അയാൾ പറയണത്. തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ടിന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ മാതാപിതാക്കൾ കുടുംബത്ത് സ്കൂളിൽ പോയാൽ സ്വസ്ഥതയിൽ ഇരിക്കാനോ കഴിയാത്തൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് അയാളുടെ വ്യക്തിപരമായ ഒരു പ്രതിഷേധമാണ്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. എല്ലാവർക്കും നമസ്കാരം. ബൈ.